എന്താണ് നിങ്ങൾ ചോദിച്ചത്? പിന്നെ ഒരാളെ പറ്റി ഓക്കെ നിങ്ങൾ സി എം മടവൂരിന്റെ ആരാണെന്ന് പറഞ്ഞു? നേരെ ജ്യേഷ്ഠന്റെ മോനോ? പിന്നെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങളെ പേരെന്താ? ബുജൈർ അല്ലേ? ഓക്കെ ഞാൻ അതിൽ എന്തു പറഞ്ഞെന്നാ പറയണേ? നിങ്ങളതില് മൂപ്പർക്ക് ഭ്രാന്താണ്. ഓക്കെ ഭ്രാന്തനാണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ പറഞ്ഞാ ഞാൻ ചോദിച്ചു. ഒരാള് വ്യക്തിഹത്യ ചെയ്യണ്ടല്ലോ. ഇല്ല നമ്മള് ഇല്ലാത്ത ആളെ ഭ്രാന്താക്കരുത്. അപ്പൊ മടവൂരിന് ഭ്രാന്ത് ആശയപരമായിട്ട് നിങ്ങൾക്ക് എന്തോ പ്രശ്നം നിങ്ങൾ പറഞ്ഞോളി, നമുക്ക് പരാതിയില്ല. ഞാൻ ആ വിഷയം പറയട്ടെ. നിങ്ങളെപ്പൊക്കെ എനിക്ക് പറയാക്കി നിങ്ങളെപ്പൊക്കെ ഭ്രാന്താന്ന് ഞാനിങ്ങനെ വെറുതെ പറഞ്ഞു നടക്കുമ്പോ നിങ്ങൾക്ക് ബേജാറുണ്ടാവുമല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഭ്രാന്തല്ലാത്ത ഒരാൾക്ക് അതെ തീർച്ചയായിട്ടും ഉണ്ടാവും. അതേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ ഞാൻ അതിന്റെ വിശദീകരണം തരട്ടെ. ഞാനവിടെ സംസാരിച്ചത് അല്ലേ? അതെ. ഓക്കെ അപ്പൊ ഞാൻ വെച്ചാല് അപ്പൊ അദ്ദേഹത്തിന് ഭ്രാന്ത് ഇല്ലായിരുന്നു എന്നാണ് നിങ്ങൾ പറയണത്? ഒരിക്കലും ഇല്ല. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ തെറ്റാണല്ലോ? നിങ്ങൾ പറഞ്ഞ തെറ്റ് 100% തെറ്റ്. അതുകൊണ്ടല്ലേ ഞങ്ങളെ വിളിച്ചത്. ഓക്കെ അപ്പൊ ഞാൻ പറയട്ടെ. ഞാൻ മൂപ്പരെ കുറിച്ച് പഠിച്ചത്, ഈ മടവൂരിനെ കുറിച്ച് ഞാൻ പഠിച്ചത്, മൂപ്പരെ കുറിച്ച് ഈ സമസ്തയുടെ നേതാക്കന്മാര് ഇരുവിഭാഗം സമസ്തന്റെ നേതാക്കന്മാര് എഴുതി വെച്ച പുസ്തകങ്ങള്, അതുപോലെ തന്നെ മൂപ്പരെ കുറിച്ച് ഒരുപാട് ഉസ്താദുമാര്, വലിയ ഉസ്താദുമാര് നടത്തിയ പ്രസംഗങ്ങള്, ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നാണ് ഞാൻ മൂപ്പരെ പഠിച്ചത്. ഞാൻ മൂപ്പരെ കണ്ടിട്ടില്ല. ഓക്കെ അല്ല ഞാൻ നമ്മളിപ്പോ എല്ലാവരും ഒരാളെ പറ്റി എന്തെങ്കിലും പറയണമെങ്കിൽ മൂപ്പരെ നാട്ടിൽ പോയിട്ട് മൂപ്പരെ പറ്റി ചോദിച്ചു ആധികാരികമായിട്ട്. ഓക്കെ ഞാൻ സുഹൃത്തെ ഞാൻ പറയട്ടെ. ഞാൻ എന്റെ ഭാഗത്ത് സംഭവിച്ച് തെറ്റാണെങ്കിൽ അത് തിരുത്തേണ്ട ബാധ്യത എനിക്കുണ്ടല്ലോ. അപ്പൊ ഞാൻ പറയട്ടെ. എന്താ വെച്ചാല് ഞാനും പറഞ്ഞാൽ ഞാൻ പഠിച്ച 2 സ്രോതസ്സെന്നാണ്. ഈ 2 സ്രോതസ്, ഇത് ഒന്ന് പ്രസംഗം, ഒന്ന് പുസ്തകം. നമുക്കിപ്പോ എല്ലാരെ കുറിച്ചും ഒരു വ്യക്തിനെ ആ നാട്ടിൽ പോയി അന്വേഷിക്കാൻ പറ്റിക്കോണമെന്നില്ല. അപ്പൊ മൂപ്പര് അറിയപ്പെട്ട കേരളത്തിലെ പറഞ്ഞ മൂപ്പര് കേരളത്തിൽ അത് ഞാൻ പറഞ്ഞ ഈപത്തല്ല ഒരു ഈപത്തല്ല. ഞാൻ മൂപ്പർക്ക് ഭ്രാന്താന്ന് ഞാൻ സ്ഥാപിച്ചരാ. ഞാൻ എങ്ങനെ മനസ്സിലാക്കി മൂപ്പർക്ക് ഭ്രാന്താന്നുള്ള ഞാൻ എങ്ങനെ മനസ്സിലാക്കി ഞാൻ പറഞ്ഞുതരാം. അതെ, പക്ഷെ വേറൊന്നുണ്ട്. അദ്ദേഹത്തെ മൂപ്പരെ കുറിച്ച് എഴുതിയ പുസ്തകങ്ങളില്, അതുപോലെ മൂപ്പരെ കുറിച്ച് നടത്തിയ പ്രസംഗങ്ങളിൽ കാണുന്നത് മൂപ്പര് അതായത് കിണറ്റിൽ ചാടിയിരുന്നു. ഒരു കാര്യമില്ലാതെ അത് പ്രസംഗങ്ങളിലുണ്ട്. ഞാൻ പറയട്ടെ, ആരോ എന്തോ പ്രസംഗിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങളത് പറയരുത്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് മടവൂർക്ക് വന്നാൽ ഞാൻ നിങ്ങളെ കൂടെ കൂടിത്തരാം. ഞാൻ നിങ്ങൾക്ക് ഏത് അന്വേഷണത്തിനും നിങ്ങളെ കൂടെ കൂടിത്തരാം. ഞാൻ നിങ്ങൾ വിചാരിച്ച ആളാണ്. നിങ്ങൾ വിചാരിച്ച് നമ്മളങ്ങനെ നിങ്ങളെ ഇതാക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അല്ല അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഞങ്ങളെ വീണ്ടും വിളിച്ചെന്താ, ഞങ്ങൾ ആദ്യം വിളിച്ച സമയത്ത് ബസ്സിലായിരുന്നു. എനിക്ക് വാങ്ങിച്ച് ധിക്കാരപരമായിട്ട് ഇങ്ങോട്ട് മറുപടി പറയാം. ഞാനത് പറയാതെ ഞാൻ നേരിട്ട് മാന്യമായിട്ട് നിങ്ങളോട് മാന്യമായിട്ട് സംസാരിച്ചത്. അപ്പൊ നിങ്ങളുടെ വീഡിയോ ഒന്നും റെക്കോർഡും ചെയ്യണ്ട. ഞാൻ അതിന്റെ ആളും അല്ല. നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. എനിക്ക് എന്റെ എളാപ്പനെ പറ്റി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ അത് ഞാൻ പറയാൻ കാരണം അതാണ്. പറയാൻ കാരണം എന്താ വെച്ചാല്, അല്ല ഞാൻ നിങ്ങളെ കൂടെ കൂടി തരണിക്ക് നിങ്ങൾ മടവൂര് വരും. ഞാൻ നിങ്ങൾക്ക് എല്ലാ എനിക്ക് പ്രൊട്ടക്ഷന്റെ പേടി ബേജാറൊന്നും എനിക്കില്ല. നിങ്ങൾക്ക് ഭക്ഷണവും വാങ്ങി തന്നെ അതിന് വേണം. അതിന്റെ ഒരു 2 നേരം ഭക്ഷണം കഴിക്കാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. അതിഥിയായി സൽക്കരിച്ചിട്ട് ഞാൻ സന്തോഷം. ഓക്കെ നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? മടവൂരിനോട് വരെ നിങ്ങൾ ചോദിക്കുക ഭ്രാന്തായിന് അല്ലേന്ന്. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഹുസൈൻ മടവൂരിനോട് അടക്കമുള്ള ആളുകളോട് മടവൂരിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഭ്രാന്ത് അല്ല എന്നൊരു പറയുന്ന കുട്ടികളി, ഈ ഭ്രാന്ത് ആണ്, അതായത് ഈ ഭ്രാന്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു എന്ന് പ്രസംഗിച്ച പണ്ഡിതന്മാരെ കുറിച്ച് നമ്മൾ എന്ത് പറയണം? അത് ഓൾക്ക് ഭ്രാന്താന്ന് പറയണം. അപ്പൊ നിങ്ങൾ അവരെ വിളിച്ച് ചോദിക്കും നിങ്ങളെ മൂത്താപ്പാനെ കുറിച്ച് എന്തിനാണ്? വിളിച്ചിട്ട് ചോദിക്കേണ്ട ആവശ്യമല്ലോ. നിങ്ങളൊരു പ്രസംഗമാണ് പഠിച്ചില്ല, യൂട്യൂബിൽ വെറുതെ കണ്ടപ്പോ ഞാൻ നോക്കലുമില്ല, ചോദിക്കലുമില്ല, പറയലുമില്ല, ആരോട് സംസാരിക്കലുമില്ല. എന്റെ പ്രസംഗത്തില് ഓക്കെ നിങ്ങളെ വിഷമം ഞാൻ തീർത്തരാം. ഞങ്ങൾ വിഷമം എന്താ വെച്ചാൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് ഭ്രാന്ത് ഇല്ലാത്ത നമ്മളൊരു ബന്ധുവിനെ കുറിച്ച്, നമ്മളെ വാപ്പാനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ മൂത്താപ്പാനെ കുറിച്ച് ഭ്രാന്ത് എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവും. ആ വിഷമം തീർക്കാൻ ഓക്കെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് തീർക്കാനാണ് ഞാൻ 2 സൊല്യൂഷൻ പറയണത്. ഒന്നുകിൽ മൂപ്പർക്ക് ഭ്രാന്ത് അല്ല നമ്മൾ സ്ഥാപിക്കുക,
അല്ലെങ്കിൽ ഈ ഭ്രാന്ത്. അപ്പൊ ഞാനത് പറട്ടെ. ഓക്കെ, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പ്രസംഗിച്ചു, എന്നുള്ളത് ഞാൻ പറട്ടെ നിങ്ങളോട്. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 58ഓളം പ്രസംഗം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ ചെയ്ത് ഞാൻ എന്റെ വായി നിർത്തി പറയേണ്ടത്, മൂപ്പരെ കുറിച്ച് മൂപ്പര് കിണറ്റിൽ ചാടിയിരുന്നു എന്നും ഇരുമ്പിന്റെ ശരീരം കൊണ്ട് മർദ്ദിച്ചിരുന്നു എന്നും എന്ന് മാത്രമല്ല, മൂപ്പരെ ഷെയ്ഖായ ഈ പുലിമൊയ്തീൻ ഉണ്ടല്ലോ, ഈ പുലിമൊയ്തീന് സിഗരറ്റ് ചുരുട്ട് വലിച്ച് ആ ചുരുട്ടിന്റെ വേസ്റ്റ് ഒരു കോളാമ്പിയിലിടും. അതുപോലെ തന്നെ കാർക്കിച്ച് തുപ്പും ആ കോളാമ്പിലേക്ക്. പിന്നെ ഈ പുലിമൊയ്തീന് മൂക്കി ചീറ്റിയിട്ട് ആ മൂക്കളെയും ആ കോളാമ്പിലേക്കാക്കും. അപ്പൊ സിഗരറ്റിന്റെ കുറ്റിയായി, കാർക്കിച്ച് തുപ്പിയതായി, മൂക്കളായി. ഈ 3 സാധനം കൂടി ആ കോളാമ്പ് നിറയുമ്പോൾ മടവൂരിനെ വിളിച്ചത് കുടിക്കാൻ കൊടുക്കും. മടവൂര് അത് ആവേശത്തോടെ വലിച്ചു കുടിക്കും. ഇതൊരു സ്വയബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചെയ്യോ? ഭ്രാന്ത് ഇതൊക്കെ എന്റെ പ്രസംഗത്തിൽ ഞാൻ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അതാണോ വിഷയം? എന്റെ പ്രസംഗത്തിൽ നൗഷാദൊന്നുമല്ല. ഞങ്ങളോട് പറയില്ലേ പ്രസംഗിക്കുന്നത് കേട്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാല് വ്യക്തിപരമായിട്ട് ഒരാൾ ആക്ഷേപിക്കുന്ന സമയത്ത് നിങ്ങൾ മടവൂര് വരിക, മൂപ്പർക്ക് ഭ്രാന്തായിരുന്നോ അതല്ല മൂപ്പര് മടവൂരെ കാളിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നിർവഹിച്ച ഒരു പണ്ഡിതനായിരുന്നോ എന്നുള്ളത് നിങ്ങൾ എന്താക്കുക. ഒരു മിനിറ്റ് സുഹൃത്തെ, നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോ മടവൂര് അവിടെ ദർസും കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളത്. ആ സമയത്ത് മൂപ്പരുടെ ഭാര്യയെ മൂപ്പര് ഒരു കാരണമില്ലാതെ എന്തിനാണ് തൊലാക്ക് ചെല്ലിയത്? ഒരു കാരണവും എന്തിനാ ചെല്ലിയത്? മൂപ്പർ പുറത്തു പോകൂല എന്ന് കണ്ട സമയത്ത് നല്ല സന്തോഷത്തോട് കൂടിയിട്ടുള്ള തലാക്കില്ല. അല്ല 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 ആര് പറഞ്ഞിട്ട് ഞാൻ തെളിയിച്ചരാം. നിങ്ങൾ നിങ്ങൾ വരും ഞാൻ നിങ്ങളെപ്പോ എവിടെ വേണേ പോരാ. സുഹൃത്ത് അമ്മിന്റെ കാര്യം ചെയ്യും. നിങ്ങൾ എന്റെ കൂടെ പോരാന്ന് പറഞ്ഞല്ലോ. എനിക്ക് ഏതായാലും അങ്ങോട്ട് വരാൻ പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒരുപാട് തിരക്കുള്ള മനുഷ്യനാണ്. നിങ്ങൾ സ്വാഭാവികമായിട്ടും തിരക്കുള്ള മനുഷ്യനാണ്. മടവൂര് വന്നിട്ട് മൂപ്പര് ജീവിച്ച മടവൂരാണ്. വേണ്ട വേണ്ട വേണ്ട, നിങ്ങൾ എന്റെ അടുത്ത് വരും, ഞാൻ തെളിയിച്ചരാം. ഇളയമനെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് തലാക്ക് ചെല്ലി എന്നുള്ള ഇളയമനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചരാം. ഏത് ഇളയമനെ കൊണ്ട്? അപ്പൊ പിന്നെ മൂപ്പരെ കുറിച്ച് എഴുതി വെച്ച ഈ പുസ്തകങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? മൂപ്പരെ കുറിച്ച് ഇരുവിഭാഗം സുന്നി നേതാക്കൾ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അതിലെന്താ പറഞ്ഞത്? അത് പറഞ്ഞുതരാമെങ്കിലും കേക്ക്. അവര് പറഞ്ഞത് എന്താ? ഞാൻ പറഞ്ഞു എ പി വിഭാഗം അതായത് CM സംസാരിക്കാൻ വേണ്ട. അപ്പൊ EK വിഭാഗത്തിൽ നിങ്ങൾ EK വിഭാഗത്തിന്റെ ആളാണ്? നിങ്ങൾ EK വിഭാഗത്തിന്റെ ആളാ? എന്നാ EK വിഭാഗം എഴുതിയ പുസ്തകം ഞാൻ തരാം. ഇല്ലല്ല, ഫോണിലേക്ക് അയക്കാൻ പറ്റില്ല. 100-300 പേജുള്ള പുസ്തകം നിങ്ങളെ ഫോണിൽ അയക്കാൻ പറ്റുമോ? അല്ല, ഏതാണ് ആ സ്ഥലങ്ങൾക്ക് അയച്ചുതരാലോ. ആയിക്കോട്ടെ. അതില് കൃത്യമായിട്ട് പറയുന്നത് എന്താ വെച്ചാല്, മൂപ്പര് ഒരു ഏട്ടത്തിന്റെ ആയിരുന്നല്ലോ മൂപ്പര് മൂത്ത പങ്ങള്, അമ്മ. ഈ മൂത്ത പങ്ങള് മൂപ്പര് കുറെ ദിവസത്തിന് വീട്ടിലേക്ക് വരൂല, ഭാര്യനെ ശ്രദ്ധിക്കൂല. ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങളെ പറഞ്ഞിട്ടോ. അപ്പൊ ഈ പെങ്ങള് ചെന്നിട്ട് പള്ളിയിൽ ചെന്നിട്ട് പിന്നെ മടവൂരിനോട് ചോദിച്ചു, അബോക്കരെ ഇത് എന്ത് ദീനാണ് പഠിച്ചിട്ടുള്ളത്? ഇത് കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരു ഭാര്യ വീട്ടിലുണ്ടല്ലോ, ആ ഭാര്യക്ക് ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, ആ ഭാര്യക്ക് കുളിക്കാൻ സോപ്പ് കൊടുക്കണം, എണ്ണ കൊടുക്കണം. ഇതൊക്കെ എന്താണ് ഇത് ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോ ഉടനെ മൂപ്പര് പള്ളിയിലുണ്ടായിരുന്ന മുക്രിയായ മഹമ്മൂദ് മുസ്ലിയാരെ വിളിച്ചിട്ട് പെരിയട്ടിച്ചാലിൽ അബൂബക്കർ മകൾ സൈനബയാൻ 1, 2, 3 തൊലാക്ക് ചൊല്ലി പിരിച്ചിരിക്കുന്നു പറഞ്ഞു. ഇതാ ബുക്കിലുള്ള ഇത് ഞാനീ പറഞ്ഞ വാചകം. അതെ, അതിന്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ബുക്കിൽ എഴുതുമ്പോ ചിലപ്പോൾ അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. പറയുന്നത് കേട്ടി നിങ്ങൾ പറഞ്ഞു, ഞാൻ കേൾക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങളും കേൾക്കണം, അതാണ് വിഷയം. ഓക്കെ. ഇത് ഇവര് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ആര് പോലെ കെട്ടിയതായ പെണ്ണുങ്ങള് ഇന്ന് അമ്മോന്റെ മോൾ തന്നെയാണ്, വേറെ ആരുമല്ല. അങ്ങനെയാണെങ്കിൽ സുഹൃത്തെ, ഇവര് ഇത്രത്തോളം ഈ കാര്യങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോ ഈ ജീവിച്ചിരിക്കുന്ന ഈ മുൻ ഭാര്യക്കോ അല്ലെങ്കിൽ മറ്റുള്ള മൂപ്പരെ CM അബൂബക്കർ സഖാഫി മൂപ്പര് അനിയന്റെ മകനാണ്. അയാള് മൂപ്പരെ കറാമത്ത് ഒരുപാട് പ്രസംഗിക്കുന്നു. അപ്പൊ ഈ 2 ആളുകൾ പറയണ്ടേ അങ്ങനൊന്നും അല്ല, പ്രത്യേക കാരണം ഉണ്ടായിട്ടാണ് തൊലാക്ക് ചെയ്തത്. അല്ല,
ഇവരാരും ഇതിന് നിഷേധിച്ചിട്ടില്ല. മനസ്സിലായി നിങ്ങൾക്ക്? ഞാൻ നിങ്ങളോട് എന്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഇങ്ങനത്തെ നമ്മൾ തമ്മിലൊരു ബന്ധം പോലെ സംസാരിക്കണം. അതല്ലാണ്ട് നമ്മൾ ശത്രുത വെച്ചിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല. ഒരിക്കലും ഞാൻ നിങ്ങളോട് ശത്രുത വെച്ചിട്ട് സംസാരിക്കണേ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് തിരുത്തി തരാനാണ് നിങ്ങളെ വിളിച്ചത്. ഓക്കെ, അത് ഞാൻ തിരിച്ചൂല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മടവൂരിനെ വിലയിരുത്തുന്നത്, മടവൂരിനെ ഇന്നും ഷെയ്ഖായി, മുദബ്ബിറുൽ ആലമായി, കുത്തുബുൽ ആലമായി ഈ ലോകം മൊത്തം നിയന്ത്രിക്കുന്ന ആളാണ് എന്ന് പ്രസംഗിച്ച് നടക്കുന്ന നൂറുകണക്കിന് മുസ്ലിയാക്കന്മാരുടെ പ്രസംഗം. അതുപോലെ തന്നെ അപ്പൊ അത് ഞാനല്ല പറഞ്ഞു, നിങ്ങളെ പറഞ്ഞു. ഞാൻ ആ ഷോയ്സ് അടുത്ത് എനിക്ക് എളാമാനെ അനാവശ്യമായിട്ടൊന്നും പറയരുത്. ഞാൻ ഇനിയും പറയും. നിങ്ങൾ കേസ് കൊടുത്താളി, നിങ്ങൾ കേസ് കൊടുത്താളി. ഞാൻ ഇനിയും പ്രസംഗിക്കും. വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കരുത്. ഈ വിഷയം മടവൂരിന് 100% മാനസിക രോഗമായിരുന്നുള്ള കാര്യം ഞാൻ ഇനിയും പ്രസംഗിക്കും. ഓക്കെ ഓക്കെ നിങ്ങൾ വിളിക്കണേ. ഈ കോളൊക്കെ റെക്കോർഡിംഗ് ആട്ടോ, ഈ കോളൊക്കെ റെക്കോർഡിംഗ് ആണ്. ഓക്കെ ഓക്കെ ആ പറഞ്ഞോ, തെറി പറഞ്ഞു പരാളൊക്കെ പറഞ്ഞോ, പറഞ്ഞോ മടവൂർ ഇന്റെ വാപ്പൊക്കെ ഭ്രാന്ത് പറഞ്ഞോ, പരാളൊക്കെ ഒക്കെ പറ എല്ലാം പറഞ്ഞോ. ഞാൻ ഇനിയും പ്രസംഗിക്കും, ഇനിയും പ്രസംഗിക്കും. എനിക്ക് എന്നെ കായികമായി നേരിടാം, അല്ലെങ്കിൽ കേസ് കൊടുക്കാം, നിയമപരമായിട്ട് നേരിടാം. രണ്ടും ഞാൻ റെഡിയാണ്. എന്താ ചെയ്യാ? എന്റെ അടുത്ത വെള്ളിയാഴ്ച വീട് പുതിയ ഇറങ്ങും, അതിന് ഞാൻ പറയും. മടവൂരിന് ഭ്രാന്താന്ന് ഞാൻ സ്ഥാപിക്കും. ഇന്ത്യക്ക് തെളിവുണ്ടേന്. എന്റെ വാപ്പക്ക് ഭ്രാന്താണ്, ലോകത്തൊരു കുറ്റം പറഞ്ഞിട്ടില്ല. എന്റെ വാപ്പ ഭ്രാന്തിന്റെ ഒരു ലക്ഷണം ജീവിതത്തിൽ കാട്ടിയില്ല, മടവൂര് കാണിച്ചിരുന്നു. എന്റെ വാപ്പക്ക് ഭ്രാന്തിന്റെ സുഹൃത്തുക്കാരൻ. എന്റെ വാപ്പ മാന്യമായി ജീവിക്കുന്ന വ്യക്തിയാണ്. എന്റെ വാപ്പ മാന്യമായി ജീവിക്കുന്ന വ്യക്തിയാണ്. കഴിഞ്ഞോ മടവൂരിനെ കുറിച്ച് ഭ്രാന്തൻ മടവൂര് ഭ്രാന്തൻ. എന്റെ തന്ത മടവൂര് പച്ച ഭ്രാന്തനാണ്. ഓക്കെ കഴിഞ്ഞോ? അപ്പൊ മടവൂരിന്റെ ഒറിജിനൽ ജ്യേഷ്ഠ മോനാ എനിക്ക് മനസ്സിലായി. കാരണം സംസ്കാരം അതാണല്ലോ. ഇത് മടവൂരിന്റെ ജ്യേഷ്ഠ മോൻ തന്നെ എനിക്ക് മനസ്സിലായി. ഇനിയും ഞാൻ പറയും എന്റെ പ്രസംഗത്തിൽ ഇനിയും പറയും. ഓക്കെ അപ്പൊ ഇതൊക്കെ റെക്കോർഡിംഗ് ആയിക്കോട്ടെ. എന്റെ കൈയോട് മരിക്കാനാണ് എന്റെ വിധിയെങ്കിലും ഞാൻ നിർത്തൂല, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഓക്കെ എന്നാ ശരി വെച്ചാ. ഓക്കെ അടുത്ത വീഡിയോ കേൾക്കും. ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് പുറത്തേക്കും വിടും. ആയിക്കോട്ടെ ഓക്കെ എന്നാ വെച്ചാ. ഇനിയും പറയും. ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് രീതിയിൽ നിന്ന് നേരിടാം. ഒന്നുകിൽ കായികമായി നേരിടാം, അല്ലെങ്കിൽ നിയമപരമായിട്ട് നേരിടാം. രണ്ടിനും ഞാൻ റെഡിയാണ്. ഞാൻ പ്രസംഗിച്ച പ്രസംഗത്തിന് ഇഷ്ടംപോലെ അത് വെച്ച് കേസ് കൊടുത്താളാം. ഞാൻ പ്രസംഗിച്ച പ്രസംഗത്തിന് ഇഷ്ടംപോലെ 100 കണക്കിന് സ്ഥലത്ത് മടവൂരിന് ഭ്രാന്താന്ന് പറഞ്ഞു, അത് വെച്ച് കേസ് കൊടുത്താളാം. ഓക്കെ, സിഎമ്മിന് ഭ്രാന്താണ്, ഒരു സംശയമില്ല. സ്വയബുദ്ധിയുള്ള ഒരു മനുഷ്യൻ കാണിക്കണ ഒരു പണി അയാൾ ചെയ്തിട്ടില്ല. സിഎമ്മിന് ഭ്രാന്താണ്, എന്താ സംശയം? സിഎമ്മിന് ഭ്രാന്താണ് സുഹൃത്തെ, എന്താ സംശയം? ഓക്കെ അത് പറഞ്ഞു, അത് പരാളെ തെളിക്കെ പറഞ്ഞു, തെരയൊക്കെ പറഞ്ഞു, എന്റെ തന്തനും പറഞ്ഞു, തള്ളയും പറഞ്ഞു. അതുകൊണ്ടൊന്നും ഞാൻ നിർത്തൂല. ഓക്കെ എന്നാ വെച്ചാളാ. ഓക്കെ.